ഹലോ, നമസ്കാരം. തനിക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ ജീവിതങ്ങളിൽ മനോഹരമായി സ്പർശിച്ചുകൊണ്ട് കടന്നുപോയ ഒട്ടനവധി ആളുകളുണ്ട്. അറിയപ്പെടുന്നതും അറിയപ്പെടാത്തവരുമായ അത്തരം ആളുകളെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി മല്ലു മൊണാസ്ട്രി എന്ന ഈ ചാനലിലുണ്ട്. ലോകത്ത് വെച്ച് ഏറ്റവും സൗമ്യനായ ന്യായാധിപൻ എന്നറിയപ്പെട്ടിരുന്ന അമേരിക്കക്കാരനായ ജഡ്ജും രാഷ്ട്രീയക്കാരനുമായിരുന്ന ഫ്രാങ്ക് കാപ്രിയോയാണ് ഞാനിന്ന് അവതരിപ്പിക്കുന്നത്. ഫ്രാങ്ക് കാപ്രിയോ ദീർഘനാളായി ക്യാൻസറുമായി പോരാടി ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞത്. തന്റെ കോർട്ട് ഇൻ പ്രൊവിഡൻസ് എന്ന് പറയുന്ന TV ഷോ, അതേ പേരിലുള്ള യൂട്യൂബ് ചാനൽ, അതുപോലെ ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അദ്ദേഹത്തിന്റെ കോടതി മുറിയിലെ രംഗങ്ങൾ ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് സുപരിചിതനാണ്. അവരുടെ ആരാധനാ പാത്രമാണ് ഈ പറയുന്ന ഫ്രാങ്ക് കാപ്രിയോ. ഫ്രാങ്ക് കാപ്രിയോയുടെ ഏറ്റവും പ്രശസ്തമായ വിധി തീർപ്പുകളിൽ ഒന്നാണ് 96 വയസ്സുകാരനായ ഒരു വൃദ്ധൻ അദ്ദേഹത്തിന്റെ കോടതി മുറിയിൽ എത്തുന്നതും ട്രാഫിക് വയലേഷന്റെ പേരിൽ അദ്ദേഹം ഫൈൻ അടക്കാൻ വന്നപ്പോൾ ഫ്രാങ്ക് കാപ്രിയോ എന്തുകൊണ്ട് താങ്കൾ ഇത് ചെയ്തു, ഇത്രയും വയസ്സുള്ള നിങ്ങൾക്ക് ഇവിടുത്തെ നിയമങ്ങൾ അറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ഇമോഷണൽ ആയിട്ട് പറയുകയാണ്, എന്റെ 63 വയസ്സുള്ള മകൻ അവൻ മരണത്തോട് മല്ലടിക്കുന്ന ഒരു അവസ്ഥയിൽ എനിക്ക് ട്രാഫിക് നിയമങ്ങൾ നോക്കാൻ പറ്റിയില്ല, ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് എനിക്ക് പിഴ എഴുതി തരാമെന്ന് പറഞ്ഞപ്പോൾ വളരെ ആർദ്രമായ മനസ്സുള്ള ഫ്രാങ്ക് കാപ്രിയോ ആ വൃദ്ധനോട് പറഞ്ഞത്, നിങ്ങൾ പിഴ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ ചെയ്ത പ്രവൃത്തി, ഈ പ്രായത്തിൽ നിങ്ങൾ ചെയ്ത പ്രവൃത്തി അത്രമേൽ മനോഹരമായ ഒരു കാഴ്ചയാണ്, അതിന് ഞാൻ പിഴ എടുക്കാൻ നിങ്ങളോട് പറയില്ല എന്നുള്ളതാണ്. നീതി നടപ്പിലാക്കുമ്പോൾ അതിനോടൊപ്പം ഒരല്പം കരുണയും കൂടി ചേർത്തുകൊണ്ട് നീതി നടപ്പിലാക്കുക എന്നൊരു പോളിസിയാണ് അദ്ദേഹം കൊണ്ടു നടന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മറ്റൊരു വാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് ആളുകളെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല, അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ്. അത് തന്നെയാണ് നമുക്ക് ഫ്രാങ്ക് കാപ്രിയോയോട് തോന്നുന്ന ഇഷ്ടവും. നമ്മൾ കാണുന്ന കണ്ടുപരിചയിച്ച കോടതി മുറികൾ എന്ന് പറയുമ്പോൾ അത് വളരെ വ്യത്യസ്തമാണ്. വളരെ ഭീകരമായ, തണുത്തുറഞ്ഞ, വളരെ ശാന്തത തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷം. നമുക്ക് കോടതിയിലേക്കൊന്ന് പോകണമെന്ന് പറയുമ്പോൾ തന്നെ നെഞ്ചിടിപ്പ് കൂടും. എന്നാൽ കാപ്രിയോയുടെ കോടതികൾ എന്ന് പറയുന്നത് ആളുകൾക്ക് അവിടെ ചെല്ലാനും അദ്ദേഹത്തെ കാണാനും ഒക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണം ചെയ്ത കോടതികളായിരുന്നു. നമ്മുടെ കോടതികളോടും നിയമവ്യവസ്ഥയോടും വക്കീലന്മാരോടും എല്ലാം പറയാനുള്ളത് തന്നെയാണ്, നിങ്ങൾ നീതിയും നിയമവും നടപ്പിലാക്കുമ്പോൾ അതിനോടൊപ്പം ഒരല്പം കരുണ ചേർത്ത് വെച്ച്, നിയമം ഒരാളെ ശിക്ഷിക്കാനല്ല, പകരം അയാളെ മനസ്സിലാക്കാനാണെന്നുള്ള ബോധ്യത്തോടുകൂടി നിങ്ങൾ വിധിന്യായം പറയുക എന്നുള്ളത് മാത്രമാണ് ഫ്രാങ്ക് കാപ്രിയോയെ സ്മരിച്ചുകൊണ്ട് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.